നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വരികയുണ്ടായി. ആ മുഖ്യമന്ത്രി വരുന്ന പരിപാടിയിൽ എന്നോട് ഇത്ര ലക്ഷം രൂപ വേണം, എന്നാലേ പ്രവർത്തനം നടത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് 10 പൈസ ഇല്ല. അല്ലാതെ പേടിച്ച് പിരിച്ച് തരണം. 68 ലക്ഷം രൂപയാണ് പിരിക്കുമെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ആകെപ്പാടെ എന്നാൽ കുറച്ച് കാശ് തരൂ, ഞാൻ പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കാറുണ്ട്, ആ കാറ് പണിപ്പടി വെച്ചിട്ട് കുറച്ച് കാശ് തരാം, അല്ലാതെ വേറെ ഒന്നുമില്ല. അവിടെ തൊട്ട് ചർച്ച ആരംഭിച്ചു. താങ്കൾ പാർട്ടിക്ക് പൈസ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണോ? ആവണം, അല്ലാണ്ട് അങ്ങനെ പൈസ അവർ പറയുന്നത് ഞാൻ കൊടുക്കണം. അവർ പറയുന്ന പ്രവർത്തനം ഞാൻ വരാണ്ട് വെച്ചിരുന്നില്ല. ചില ലോക്സഭ തിരഞ്ഞെടുപ്പുമായി ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അവർ പറയണം. പക്ഷേ ഞാൻ ഇത് മണ്ഡലത്തിൻ്റെ സെൻട്രൽ കമ്മിറ്റി ഇല്ലെങ്കിലും മണ്ഡലത്തിൻ്റെ എല്ലാ പഞ്ചായത്തിലും പോയി ആ പ്രദേശത്തെ ജനങ്ങൾക്ക് സഹായിക്കുകയും ഇവർ പറയുന്ന പോലെ ഫണ്ട് പിരിച്ചു കൊടുത്ത് അവർ പറയുന്ന പോലെ ഫണ്ട് പിടിച്ചു കൊടുത്തിട്ടുണ്ട്, പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഇന്നലെ വരെ പാർട്ടിയായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു താല്പര്യമില്ലെന്ന് പറഞ്ഞ പാർട്ടി വീണ്ടും ഇപ്പം നിലവിലുള്ള സ്ഥാനാർത്ഥിയാക്കി വന്നത് അതിനോട് എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ടാണ് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കാൻ എനിക്ക് തോന്നി. പാർട്ടിയുടെ പോളിസി ഞാൻ പുറകെ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ പോളിസി ചിലർക്ക് വേണ്ടിയിട്ട് പോളിസിയാണ്. ആ പോളിസി അംഗീകരിക്കാൻ കഴിയില്ല എന്നുകൊണ്ട് പ്രതിഷേധം. അതുകൊണ്ട് ഞാൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഈ മണ്ഡലത്തിൽ മത്സരിക്കും എന്ന് പറഞ്ഞു.